മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞതു മുതൽ നമ്മുടെ കേരളത്തിൽ സകല മോദി വിരുദ്ധരും കൂടി ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആവുന്നത് പോലെ താറടിക്കുക. എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തരം സകല മോദി വിരുദ്ധരോടുമാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. സുരേഷ് ഗോപി എയിംസുമായിട്ട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഇന്നലെയും എയിംസിനെ സംബന്ധിച്ച് പറയാം. എയിംസിനെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. ഇനി അല്ല, തർക്കം തീരും. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിന്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാനും വരും. നിങ്ങൾ കേട്ടില്ലേ? സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ഇലക്ഷന് ഞാൻ വോട്ട് ചോദിക്കുന്നതിന് മുമ്പേ ആയിട്ട് എയിംസിന് തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ വരൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഓരോ സ്ഥലത്ത് പോലും ഈ കഴിഞ്ഞ ബജറ്റില് എയിംസ് കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? സകല മോദി വിരുദ്ധരോട് ചോദിക്കാനുള്ളതാ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ കഴിഞ്ഞ ബജറ്റില്, ഈ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ബജറ്റില് എവിടെയെങ്കിലും ഈ സമയത്ത് സുരേഷ് ഗോപി ബജറ്റിൽ ഈ പറയുന്ന എയിംസ് കൊണ്ടുവരുമെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? ഇത് മാത്രമാണോ? എയിംസുമായിട്ട് പറഞ്ഞ മറ്റൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. മന്ത്രി ഗണേഷ് കുമാറിന്റെ അപ്പനവരെ വിളിച്ചിട്ട് അദ്ദേഹം എയിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതും ഇവിടെ കൊടുക്കാം. എവിടെയെങ്കിലും ഈ ഏതെങ്കിലും ഒരു മോദി വിരുദ്ധന് ഈ കഴിഞ്ഞ ബജറ്റില് അവതരിപ്പിക്കുമ്പോ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന് ഏതെങ്കിലും സമയത്ത് സുരേഷ് ഗോപി അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു. ഞാൻ തൃശ്ശൂരിന്റെ എംപിയാണ് നിങ്ങൾക്ക് സംസാരിച്ചിട്ടില്ല. തൃശ്ശൂരിന്റെ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. വികസനം എന്താണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത്? സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास ആണോ? അപ്പൊ ആലപ്പുഴക്കാരും തൃശ്ശൂർക്കാരും ഒന്നും സബ്കായിൽ പെടില്ലേ? ആലപ്പുഴ എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരാ ഭയത്തിൽ മുങ്ങി അങ്ങ് മരിക്കട്ടെ. പുച്ഛം കാണും. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. നിങ്ങൾ കേട്ടില്ലേ? മന്ത്രി ഗണേഷ് കുമാറിന്റെ അപ്പനവരെ വിളിച്ചിട്ട് രംഗത്തെത്തിയ അനാവശ്യമായിട്ട് ഗണേഷ് കുമാർ ഇതേപോലെ എയിംസിനെ കുറിച്ച് പറഞ്ഞ് സുരേഷ് ഗോപിയെ ചൊറിഞ്ഞു. സുരേഷ് ഗോപി അവഹേളിച്ചു. അതിന് സുരേഷ് ഗോപി തിരിച്ച് നന്നായിട്ട് അങ്ങ് കൊടുത്തിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു എയിംസ് വരും. ആർക്കെങ്കിലും ചൊറിയുന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞങ്ങ് മരിക്കട്ടെ എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഏതൊരു ഭാഗം എടുത്തിട്ടും ഓരോ മലയാളിക്കും പരിശോധിച്ചോക്ക. അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യ: എന്റെ ഈ ടൈമിൽ ഞാൻ അടുത്തതായിട്ട് വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ ആയിട്ട് എയിംസിന് ഏറ്റവും ചുരുങ്ങിയത് തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിക്കാൻ വരൂ എന്ന
സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ ഈ ഒരു ബജറ്റ് അവതരണത്തിന് ശേഷം എയിംസ് ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇനി ഈ എയിംസുമായി ബന്ധപ്പെട്ട് സ്ഥലം കൊടുക്കാൻ പറഞ്ഞിട്ട് മാന്യമര്യാദക്കൊരു സ്ഥലം കൊടുത്തോ? മാന്യമര്യാദക്കൊരു സ്ഥലം കൊടുത്തോ? ആരൊക്കെയാണ് ഇപ്പോ സുരേഷ് ഗോപിക്കെതിരെ എയിംസുമായിട്ട് ചാടി വീഴുന്നത്? ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തെയും ആളുകളാണ് നിരന്ന് നിന്ന് സുരേഷ് ഗോപി ഇപ്പോ വേട്ടയാടുന്നത്. ഈ വേട്ടയാടുന്ന ഇടതും വലതും കൂടി രാജ്യം 10-65 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് കേരളത്തിൽ എത്ര എന്നല്ല ചോദിക്കുന്നത്, രാജ്യത്ത് എത്ര എയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്? വെറും 7 എയിംസ് മാത്ര. ഈ പറയുന്ന കോൺഗ്രസും ഇടതുപക്ഷം കൂടി രാജ്യം അടക്കി ഭരിച്ച 10-65 വർഷക്കാലം കൊണ്ട് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ എത്ര എയിംസ് ഉണ്ടാക്കി? 16 എണ്ണത്തിന്റെ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തു വ്യക്തമായിട്ട്. മാത്രമല്ല പുതിയ 3 എയിംസിന്റെ പണി വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വ്യക്തമായിട്ട് കൊണ്ടുവരുമെന്നുള്ളതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന സുരേഷ് ഗോപി കേരള ജനതയോട് വിളിച്ചു പറയുന്നത്. ഈ ടൈമിൽ കേരളത്തിലേക്ക് കൊണ്ടുവരും. ഈ ഒരു നന്മയുള്ള മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ MP ആയിട്ട് വിജയിച്ചത് കൊണ്ടല്ലേ ഏറ്റവും ചുരുങ്ങിയത് എയിംസിനെ കുറിച്ചൊരു ചർച്ചയെങ്കിലും കേരളത്തിൽ ഉണ്ടായത്? ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഈ എയിംസുമായിട്ട് ഒരു ചർച്ചയെങ്കിലും കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയാ? സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരും. 2ാമത്തതോ 3ാമത്തതോ 10ാമത്തതോ കൊണ്ടുവരൂ എന്നാണോ പറയുന്നത്? അല്ല, കേരളത്തിലെ ആദ്യത്തെ എയിംസ് സുരേഷ് ഗോപി കൊണ്ടുവരുമെന്നാ പറയുന്നത്. ഇതിനു മുമ്പ് എത്ര ആളുകൾ LDF-ലും കോൺഗ്രസിലും ഇവിടെ ഈ MP-മാരായി. ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും കൂടി എത്ര തവണ എത്ര വർഷം രാജ്യം അടക്കി ഭരിച്ചോ? ഒരു സന്ദർഭത്തിൽ പോലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഈ പറയുന്ന ഇടതിനോ വലതിനോ നമ്മുടെ കേരളത്തിലൊരു ആദ്യമായിട്ട് ഒരു എയിംസ് എങ്കിലും കൊണ്ടുവരാൻ സാധിച്ചോ? ഇതൊന്നും സാധിക്കാതെ ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ ചൊറിയ. സുരേഷ് ഗോപി കൊണ്ടുവരും. ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ നന്മയുള്ള മനുഷ്യൻ ഉള്ളതുകൊണ്ട് 100% ഉറപ്പാണ് മലയാളികൾക്ക് കേരളത്തിൽ എയിംസ് വരും. BJP സർക്കാർ കൊണ്ടുവരും. ഇത്രയും കാലം 10-65 വർഷക്കാലം കോൺഗ്രസും ഇടതുപക്ഷവും രാജ്യം ഭരിച്ചിട്ട് ഒരു എയിംസ് പോലും കൊണ്ടുവരാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതും സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം വലിയ വേട്ടയാടലുകൾ നടന്നതോട് കൂടിയിട്ട് മലയാളികൾ തിരിച്ചറിയാം. നരേന്ദ്രമോദി രാജ്യം ഭരിക്കേണ്ടി വന്നു കേരളത്തിലൊരു എയിംസ് കൊണ്ടുവരാൻ. സുരേഷ് ഗോപി MP ആവേണ്ടി വന്നു കേരളത്തിലൊരു എയിംസ് കൊണ്ടുവരാൻ. അവരത് കൊണ്ടുവരും. ഏതായാലും സുരേഷ് ഗോപിക്കെതിരെ ചൊറിയുന്ന സകലരോടും നന്ദി പറയാം. മറ്റൊന്നും കൊണ്ടല്ല, സുരേഷ് ഗോപി കാരണമാണ് ആദ്യമായിട്ടൊരു എയിംസ് വരുന്നത് എന്ന് സകല മലയാളികളെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് കാത്തിരുന്നോളൂ. സുരേഷ് ഗോപി ഇവിടെ എയിംസ് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ഈ കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവരുമെന്നൊന്നും ഒരു സ്ഥലത്ത് പോലും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.